നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് ഇതിൻ്റെ പ്രേക്ഷകർ സീരിയസ് ആയിട്ട് ബിഗ് ബോസിനെ കാണുന്ന ആൾക്കാർ കേട്ടോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഇതിലേക്കൊരു വൈൽഡ് കാർഡ് വരണം എന്നുള്ളത്. ഒന്നല്ല, 1, 2, 3, 4 വൈൽഡ് കാർഡ്സ്, അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരാർത്ഥികളെ കൊണ്ട് യാതൊരു വസ്തു നടക്കില്ല. അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വൈൽഡ് കാർഡ് ഇതിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ബിഗ് ബോസിൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള പ്രേക്ഷകർ കേട്ടോ. അത് കംപ്ലീറ്റ് ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് പല വൈൽഡ് കാർഡ്സിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലേ. ഇതൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ പറയുന്ന ഒരു പേരുണ്ട്. ഞാൻ ആ പേര് ഇവിടെ എടുത്ത് പറയുന്നില്ല. ടിൽ ദ ടൈം ആ വ്യക്തി ബിഗ് ബോസിലേക്ക് കയറുക അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞല്ലാതെ ഞാൻ ഇതിന് മുന്നുള്ള ഒരു വൈൽഡ് കാർഡ്സിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് ആൾക്കാർ കയറുന്നതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ ഒരു സ്പെക്കുലേഷൻ പോലെ പറഞ്ഞു പോയിട്ടില്ല. പക്ഷേ ഈ കയറുന്ന വ്യക്തിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഗബ്രി കോംബോ ബ്രേക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മുഖ്യ പ്രേക്ഷകർ. കാരണം ആൾക്കാർക്ക് ഈ ജാസ്മിൻ ഗബ്രി കോംബോ ഇവരുടെ രാത്രിത്തെ കളികളും കാര്യങ്ങളും കണ്ടിട്ട് അത്രയധികം ആൾക്കാർക്ക് വെറുത്തിട്ടുണ്ട്. സ്പെഷ്യലി ജാസ്മിൻ്റെ കേസ് എന്ന് വെച്ചാൽ ജാസ്മിൻ ഓൾറെഡി പുറത്ത് ഒരു കല്യാണം തീരുമാനിച്ചു വന്നിട്ടുള്ളൊരു കുട്ടിയാണ്. സദാചാരം പറയുന്നല്ല. ഇനിയിപ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും എത്രയധികം സോഷ്യൽ മീഡിയയിൽ 1 ഫോളോവേഴ്സ് ഉണ്ടായിട്ട് കൂടി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വെറും 4 ആഴ്ച കൊണ്ട് ഇത്രയധികം ആൾക്കാരുടെ വെറുപ്പ് സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ ചില്ലറ കാര്യമൊന്നുമല്ല. അതിന് ഗബ്രിക്കും നല്ലൊരു പങ്കുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ പുറത്തു വിട്ടിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. മറ്റേ അഫ്സലിൻ്റെ ജാസ്മിനെ കല്യാണം തീരുമാനിച്ചു വെച്ചിട്ടുള്ള അഫ്സലിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ്. ആ വോയിസ് ക്ലിപ്പ് ഞാൻ ജസ്റ്റ് എൻ്റെ ഇതിന് മുന്നേ ചെയ്ത വീഡിയോ കേട്ടോ. ആ വോയിസ് ക്ലിപ്പ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എത്രത്തോളമാണ് ഇപ്പോഴത്തെ അവരുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ജാസ്മിൻ പുറത്ത് ഇറങ്ങുന്ന സമയത്ത് ജാസ്മിന് കേൾക്കാൻ പോകുന്ന അത്ര ശുഭകരമായ വാർത്തയായിരിക്കില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു ജാസ്മിനെ സംബന്ധിച്ച് ഇതൊരു ഇഷ്യൂ ആയിരിക്കില്ല. കാരണം 1, 2, 3, 4, 5 ഒന്നും ജാസ്മിനൊരു വിഷയമല്ല. സ്വന്തം വീട്ടുകാരെയാണെന്നുണ്ടെങ്കിലും ആ രീതിയിൽ പറയുന്നൊരു വ്യക്തിയായിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എല്ലാവരും മുന്നിൽ വെച്ച് ജാസ്മിനെ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ കമ്മിങ് ബാക്ക് ടു ദി വൈൽഡ് കാർഡ് സിനാരിയോ. ഈ വൈൽഡ് കാർഡ് ഉള്ളിലേക്ക് കയറുന്ന ഒരു വ്യക്തി, ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആളെന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഈ വ്യക്തിക്ക് ഇതിനുള്ളിൽ കയറുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ ടാർഗറ്റ് ഉണ്ടായിരിക്കും പ്രാവശ്യം വൈൽഡ് കാർഡ്സിൽ നിന്ന് മനസ്സിലാവുന്നു. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഈ കയറുന്ന വ്യക്തിക്ക് ഒരു പക്ഷേ ഈ കയറുന്ന വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ അധികം ബുദ്ധിമുട്ടാതെ ഒരു മൈൻഡ് ഗെയിമിലൂടെ ഈ ജാസ്മിനെ തകർക്കാനും അല്ലെങ്കിൽ ജാസ്മിൻ ഗബ്രി കോംബോ തകർക്കാനും, ജാസ്മിൻ തകർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ജാസ്മിൻ ഗബ്രി കോംബോ തകർക്കാനും അവിടെ പല കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് ഉള്ളിൽ കയറാൻ പോകുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് പേഴ്സണൽ ബന്ധങ്ങൾ ഒരുപാടുണ്ടെന്നുള്ള കാര്യം ഞാൻ 2 ദിവസം കൊണ്ട് എന്താ കേസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പറയാം. പക്ഷെ ഒരു കാര്യം ഇത്രേ പറയാനുള്ളൂ. ഈ കയറാൻ പോകുന്ന വ്യക്തിക്ക് ജാസ്മിൻ്റെ ഇതിന് മുന്നേ നടന്നിട്ടുള്ള ഒരുവിധം എല്ലാ ചരിത്രങ്ങളും, പേഴ്സണൽ ഇഷ്യൂസ്, ഇങ്ങനത്തെ ഈ ജാസ്മിൻ്റെ മറ്റേ ആപ്പ് റിലേറ്റഡ് ഇഷ്യൂ, ഇപ്പോൾ അടുത്ത് ജാസ്മിനും വേറൊരു വ്ളോഗറും പിന്നെ വേറൊരു 2-3 വ്ളോഗേഴ്സ് തമ്മിൽ നടന്നിട്ടുള്ള ഭയങ്കര സീരിയസ് ഇഷ്യൂ, ഈ ഇഷ്യൂവിലൊക്കെ മീഡിയേറ്ററായിട്ട് നിന്നിട്ടും ഈ ഇഷ്യൂവിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇയാളെന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഉള്ളിൽ കയറുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നിന്ന് കളി കണ്ട് പ്രേക്ഷകരുടെ എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ട് ഉള്ളിൽ ചെന്നിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിലപാടെടുക്കാൻ കേപ്പബിലിറ്റി ഉണ്ട്, സ്ട്രോങ് ആയിട്ട് നിലപാടെടുക്കും എന്ന് ബിഗ് ബോസിൻ്റെ സീരിയസ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഉള്ളിൽ കയറാൻ പോകുന്നത്. ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് എന്താ സംഭവം എന്നുള്ളത് അറിയില്ല. കാരണം വെച്ചാൽ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ വിചാരിക്കുന്നത് ആ ഒരു കോംബോ തകർക്കപ്പെടണം എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് അഫ്സലിൻ്റെ വോയിസ് കൂടി വന്ന സ്ഥിതിക്ക് വളരെ മോശമായിട്ടുള്ള കളിയാണ്. നമുക്ക് ഒരുവിധം എന്താ ബിഗ് ബോസ് കാണുന്നവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പ്ലസ് ഇന്നലെ ഹൗസിലുള്ളവർക്ക് വരെ ഈ കാര്യങ്ങൾ പുറത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലൈവ് അപ്ഡേറ്റ് നോക്കുന്ന സമയത്ത് ലൈവ് അപ്ഡേറ്റിൽ ഇവർ നമ്മുടെ യമുന ഒരു കാര്യം പറയുന്നുണ്ട്. ജാസ്മിൻ ഈ ജിൻഡോക്കെതിരെ ഉപയോഗിച്ചിട്ടുള്ള എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്നുള്ള വാക്ക്, അതുപോലത്തെ എത്രയോ അധികം വാക്കുകൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന നാളെ കയറാൻ പോകുന്ന ഈ വൈൽഡ് കാർഡ്സാണ്. സ്പെഷ്യലി ഞാനൊക്കെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു വൈൽഡ് കാർഡാണ് ഞാനിപ്പോൾ ഈ പറയാതെ പറയുന്ന വ്യക്തി. പേരും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ ഞാൻ പറയാം. കാരണം വെച്ചാൽ നിങ്ങളൊരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. പേര് പറയാതിരിക്കുന്നതിൽ പ്രസക്തിയില്ല, പക്ഷേ പേര് നമ്മൾ പറയുന്നില്ല. ഒരു കുറച്ചധികം കാര്യങ്ങൾ ഇത് റിലേറ്റഡ് ആയിട്ട് അപ്പോൾ എനിക്ക് പറയാവുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് കയറിയതിന് ശേഷം നമ്മൾ വളരെ നിഷ്പക്ഷമായിട്ട് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. വളരെ നിഷ്പക്ഷമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ വളരെ നിഷ്പക്ഷമായിട്ട് നമ്മുടെ വീഡിയോയിലൂടെ ഡെഫിനറ്റായിട്ട് പറയും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.